ഈശ്വരോട് നമ്മൾ CCCക്കകത്ത് ഒരു കോട്ടുണ്ട്. CCCക്കകത്ത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന മതബോധന ഗ്രന്ഥത്തിൽ ഒരു കോട്ടുണ്ട്. 2725 പറയുന്നുണ്ട്, ഒരാൾ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അയാൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു. നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണത്. നമ്മൾ പ്രാർത്ഥിക്കാനിരുന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന 2 ബ്ലോക്കുകൾ. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പലവിചാരമാണ്. ഈ പലവിചാരത്തെ എങ്ങനെ നമുക്ക് മാറ്റാം, പലവിചാരത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, എങ്ങനെ വിശുദ്ധീകരിക്കാം. അതിന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCCക്കകത്ത് 2729 പറയുന്ന കാര്യം. 2729 പറയുവാണ്, ഒരുവൻ എന്തിനോട് ആസക്തി പുലർത്തുന്നുവോ അതിനെയാണ് പലവിചാരം വെളിപ്പെടുത്തി തരുന്നത്. കർത്താവിൻ്റെ മുമ്പിലുള്ള വിനീതമായ ഈ അവബോധം അവിടുത്തോടുള്ള സവിശേഷമായ സ്നേഹം നമ്മൾ ഉണർത്തുകയും നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി അവയെ അവിടത്തേക്ക് സമർപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് പലവിചാരം വരുവാണെങ്കിൽ നമുക്കതിനോട് ആസക്തി ഉണ്ടെന്നാണ് അർത്ഥം. ഒരു ആസക്തിയുള്ള കാര്യമായിരിക്കും പലവിചാരം വരുന്നത്. അപ്പോൾ നമ്മളെന്നാ ചെയ്യും? നമ്മൾ ഈശോയോടുള്ള സ്നേഹത്താൽ ഈ പലവിചാരത്തെ എടുത്ത് ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് അതിനെ ശുദ്ധീകരിക്കണം. ഏത് കാര്യം വരുന്നോ അപ്പം തന്നെ അതിനെ ശുദ്ധീകരിക്കുക, ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക, അതിനെ ശുദ്ധീകരിക്കുക. അവൻ ബാക്കി പറയുന്നത്, നാം സേവിക്കേണ്ട യജമാനെ തിരഞ്ഞെടുക്കുന്നിടത്താണ് ആ പോരാട്ടം നടക്കുന്നത്. നാം സേവിക്കേണ്ട യജമാനെ തിരഞ്ഞെടുക്കുന്നിടത്താണ് ആ പോരാട്ടം നടക്കുന്നത്. നമുക്ക് പല വിചാരം ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ പല വിചാരത്തിനങ്ങ് പോകാം, അതല്ലെങ്കിൽ ആ പല വിചാരം എടുത്ത് ഈശോയുടെ കൈ കൊടുത്ത് അതിനെ ശുദ്ധീകരിക്കാം. അങ്ങനെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും പ്രാർത്ഥനയിൽ അങ്ങോട്ട് മുൻപോട്ട് പോകാൻ പറ്റും. അപ്പോൾ പല വിചാരം നമ്മൾ ബ്ലോക്ക് ചെയ്യത്തില്ല, നമ്മൾ ആ പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകും. പിന്നീട് 2ാമത്തെ സ്ഥാനമാണ് ആധ്യാത്മിക വരൾച്ച. ആധ്യാത്മിക വരൾച്ചയെ കുറിച്ച് CCC 2730 പറയുവാണ്, ഗത്സമൻ തോട്ടത്തിലെ തീവ്ര ദുഃഖത്തിലും കബറിടത്തിലും കഴിയുന്ന യേശുവിനോട് വിശ്വസ്തതാപൂർവ്വം മുട്ടി നിൽക്കുന്ന ശുദ്ധ വിശ്വാസത്തിൻ്റെ സന്ദർഭമാണിത്. ഗത്സമൻ തോട്ടത്തിലെ തീവ്ര ദുഃഖത്തിലും കബറിടത്തിലും കഴിയുന്ന യേശുവിനോട് വിശ്വസ്തതാപൂർവ്വം മുട്ടി നിൽക്കുന്ന ശുദ്ധ വിശ്വാസത്തിൻ്റെ സന്ദർഭമാണിത്. അതായത് ഈശോ ഗത്സമൻ തോട്ടത്തിൽ നിന്ന സമയത്ത് കർത്താവ് അനുഭവിച്ച ആ ഒരു വരൾച്ചയുണ്ടല്ലോ, ആ ഒരു ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നലിൽ ഉള്ള ഈശോയോട് ഒട്ടി നിൽക്കുന്ന സന്ദർഭമാണ് ഈ ഒരു ആധ്യാത്മിക വരൾച്ചയും. നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഈ CCC ഈ 2 കാര്യം റെഫർ ചെയ്യുക. ഇതിൻ്റെ ഈ വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോയിൽ പ്രാർത്ഥനയുടെ ഒരു വീഡിയോയുടെ ലിങ്ക് കിടപ്പുണ്ട്. അത് നിങ്ങൾ ഫുൾ വീഡിയോ അത് കാണണം കേട്ടോ. കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും, പ്രാർത്ഥനയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുകയും നമ്മുടെ ലൈഫിൽ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ, ഈ 2 നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അറിയാതെ തന്നെ നമ്മളതിനെ ശുദ്ധീകരിക്കും. നമുക്കിങ്ങനെ ഈശോയിലേക്ക് ശക്തമായി വളരാൻ പറ്റും. ഈ 2 ബ്ലോക്കുകളെ മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ആമേൻ.